സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം അവിടത്തെ സ്വഹാബികളിൽ പെട്ട മഹാനായ സയ്യിദുനാ മാസിൻ ഇബ്നു ഗളൂബ റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിൽ മാഷാ അല്ലാഹ് ഒമാനിലേക്ക് വരുന്നവരെല്ലാം ഈ മഹത്തായ ഹദ്റത്തിലേക്ക് വരണം. ഒമാനിലെ ജനങ്ങൾ മുഴുവനും മഹാനായ മാസിൻ ഇബ്നു ഗളൂബ റളിയല്ലാഹു അൻഹുവിനോട് കടപ്പെട്ടവരായിരിക്കണം. അവരെ സിയാറത്ത് ചെയ്യാത്തവരായി ഒമാനിലേക്ക് വരുന്ന ഒരാളും ഉണ്ടാകരുത്. കാരണം അത്രമാത്രം ഈ ഒമാൻ എന്ന നാടിനെ സ്നേഹിക്കുകയും ഒമാനിൽ നിന്ന് ആദ്യമായി ഇസ്ലാമിലേക്ക് വരികയും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ മെമ്പറാവുകയും അതോടൊപ്പം തന്നെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം അവിടുത്തെ ഹദ്റത്തിൽ ചെന്ന് യാ റസൂലല്ലാഹ് ഒമാനിന് വേണ്ടി ദുആ ചെയ്യണേ മുത്തുനബിയെ എന്ന് പറയുകയും അതടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒമാനിന് വേണ്ടി ദുആ ചെയ്യുകയും അള്ളാഹുവിന്റെ റസൂലിനോട് നബിയെ ദുആ ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഒമാനിലെ ജനങ്ങൾക്ക് വേണ്ടി അഹ്ലു ഒമാനിന് വേണ്ടി വീണ്ടും ദുആ ചെയ്യുകയും ഒമാനിലെ കടലിലെ മത്സ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആ ദുആവും ഏറ്റെടുക്കുകയും അങ്ങനെ കടലിലെ മത്സ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും പ്രത്യേകിച്ച് ഒമാനിലെ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് പ്രത്യേകമായ ഖൈറിന് വേണ്ടി മറ്റു ശത്രു രാജ്യങ്ങളുടെ മറ്റു പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുകയും ചെയ്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശീർവദിച്ച നാടാണ് ഒമാൻ എന്ന് പറയുന്ന നാട്. മാത്രവുമല്ല അവസാനം മഹാനായ മാസിൻ ഇബ്നു ഗളൂബ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖുൽ ആമീൻ, ആമീൻ എന്ന് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒമാനിന് വേണ്ടി പ്രത്യേകമായി ആമീൻ പറയിപ്പിച്ച് ദുആ ചെയ്യിപ്പിച്ച് അങ്ങനെ ഒമാനിനെ സ്നേഹിച്ച് ഒമാനിനോട് വലിയ കടപ്പെട്ട് ആ ഒമാനിലെ ജനങ്ങൾ മുഴുവനും ആ ദുആഇന്റെ ഗുണഫലങ്ങൾ ഇന്ന് അനുഭവിക്കുകയാണ്. മാഷാ അല്ലാഹ് മറ്റു രാജ്യങ്ങൾക്കുള്ള ശത്രുത പോലെ ഒമാനിനോട് മറ്റൊരു രാജ്യങ്ങൾക്കുമുള്ള ഒരു ശത്രുതയോ ഒരു വെറുപ്പോ ഒന്നും നമ്മൾ കാണുന്നില്ല. അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയാണ്. ഇവിടത്തെ കടലിലുള്ള മത്സ്യങ്ങൾക്ക് പ്രത്യേകമായ ടേസ്റ്റാണ്, ധാരാളമായി മത്സ്യങ്ങൾ ലഭിക്കുന്നു. അതെല്ലാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആഇന്റെ ഫലമാണ്. അത് മാത്രമല്ല പ്രത്യേകിച്ച് ഒമാനിലെ ജനങ്ങൾക്കുണ്ടാകുന്ന സ്വഭാവങ്ങൾ, ആ സ്വഭാവവും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആഇന്റെ ഫലമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒമാനിലുള്ള ജനങ്ങളെ, നമ്മളെല്ലാവരും ഒമാനിൽ താമസിക്കുന്നവർ മുഴുവനും മാസിൻ ഇബ്നു ഗളൂബ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരണം. അവരെ സിയാറത്ത് ചെയ്യണം. അവരോട് പ്രത്യേകമായി കടപ്പെട്ടവരാണ് നമ്മൾ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് അഹ്ലു ഒമാനിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയിപ്പിച്ച് ദുആ ചെയ്യിപ്പിച്ച് ഇനിയും ദുആ ചെയ്യണം, ഇനിയും ദുആ ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അങ്ങനെ ഒമാനിന് വേണ്ടി ദുആ ചെയ്യിപ്പിച്ച് അതിന്റെ ഗുണഫലങ്ങൾ ഇന്ന് ഒമാനിൽ മുഴുവനും അനുഭവിക്കുന്നുവെങ്കിൽ മാഷാ അല്ലാഹ് അതെല്ലാം ഈ മഹാനവറുകളുടെ ആ ദുആ ചെയ്യിപ്പിച്ചതിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പ്രധാനപ്പെട്ട ദുആഇന്റെയും കാരണമാണ്. അതുകൊണ്ട് ഒമാനിലെ മുഴുവൻ ജനങ്ങളും ഈ മഹാനവറുകളോട് കടപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവേ, ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും മഹാനവറുകളുടെ മഖ്ബറയെത്താനും മദനിയ മജ്ലിസ് നടത്താനും നമുക്ക് സാധിച്ചു. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ പൊരുത്തപ്പെടട്ടെ ഇൻഷാ അല്ലാഹ്.